ഹലോ ഗൈസ്, കുറച്ച് നാളായി ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. നമ്മളുടെ കർവ് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസവും ഒരു 15 ദിവസമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 6500 കിലോമീറ്ററോളം നമ്മളെ വണ്ടി ഓടിച്ചു. ഇതിപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഏകദേശം 1100 കിലോമീറ്ററോളം അപ്പ് ആൻഡ് ഡൗൺ ബാംഗ്ലൂർക്ക് പോയി വരാനുള്ള ദൂരമാണ് ഓടിച്ചത്. അപ്പോൾ അതിൽ എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഹാൻഡിലിംഗ് ആണെങ്കിലും ഡ്രൈവിംഗ് കംഫർട്ട് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് അത്യാവശ്യം ഹൈവേയിലാണെന്നുണ്ടെങ്കിലും ഒരു റഫായിട്ടുള്ള ടെറൈനിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ പവർ നമുക്ക് പറയാനില്ല, നല്ല പവറുള്ള വണ്ടിയാണ്. നമ്മളുടെ നോർമൽ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് ടോർക്കും ഉണ്ട്, നല്ലോണം പവറുണ്ട്. അപ്പോൾ നമ്മൾ തിരുപ്പൂർ എത്തിയതിന് ശേഷമാണ് ഞാൻ ആദ്യത്തെ ചാർജിങ് ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം വണ്ടിയുടെ ഒരു 35% ചാർജായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ അറൗണ്ട് ഒരു 90% ചാർജ് ചെയ്തിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ നമ്മൾ ഈ ലോങ് ഡ്രൈവ് പോകുമ്പോൾ അത്യാവശ്യം കയറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കയറി പോകുന്നതിനനുസരിച്ച് ചാർജിൽ അതുപോലെ തന്നെ കുറവ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ബാംഗ്ലൂർക്ക് പോയപ്പോൾ എനിക്ക് ഏകദേശം ഒരു രണ്ട് പ്രാവശ്യം എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ വികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാർജിങ് നെറ്റ്വർക്കാണ്. ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ട്, പക്ഷേ ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും പല കമ്പനികളിലാണ് നമ്മൾ ഈ ചാർജേഴ്സ് അവൈലബിൾ. അപ്പോൾ നമ്മൾക്ക് ഫോണിൽ തന്നെ ഏകദേശം ഒരു 10 ആപ്പോളം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് സമാധാനമായിട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പോകുന്ന വഴിക്ക് കണ്ടൊരു ബസ്സാണ് കേട്ടോ ഇത്. ന്യൂഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ബസ്സാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പലപ്പോഴും ആപ്പിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവപ്പെട്ടു എനിക്ക്. അപ്പോൾ അതിലൊരു സുതാര്യത നമുക്ക് എപ്പോഴും വരണം. കാരണം എല്ലാം യൂണിഫോമായിട്ട് ഇപ്പോൾ എന്തായാലും UPI ഒക്കെ വന്നിട്ടുള്ളതല്ല. അപ്പോൾ എല്ലാം UPI കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെട്രോൾ അടിച്ച് പോകുന്ന പോലെ തന്നെ നമുക്ക് കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് ചാർജ് ചെയ്ത് പോകാൻ പറ്റും. വൺസ് ചാർജർ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വിഷയമുള്ള കാര്യമില്ല. നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 3/4 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ 100% ചാർജൊക്കെ ആക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതൊരു സീനുള്ള കാര്യമല്ല. മറ്റേത് മാത്രം ഒന്ന് എല്ലാ കമ്പനികളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഒരുമിച്ച് നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉഷാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും യൂസേഴ്സിന് സുഖമായിരിക്കും, നമുക്ക് ഉപയോഗിക്കാനും സുഖമായിരിക്കും, സമാധാനം. ഞാൻ ഈ ട്രിപ്പിൽ 4 തവണയാണ് ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളത്. പോകുമ്പോൾ 2 തവണയും വരുമ്പോൾ 2 തവണയും. അതിനുശേഷം വീട്ടിലെത്തിയിട്ടാണ് പിന്നെ ചാർജ് ചെയ്യുന്നത്. പോയപ്പോൾ 2 തവണ ചെയ്യേണ്ടി വന്നു, തിരിച്ചു വരുമ്പോഴും ഇതേപോലെ തന്നെ 2 തവണ ചെയ്യേണ്ടി വന്നു. നമ്മളുടെ കോർമംഗലയിലുള്ള നെക്സസ് മാളിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ചാർജ് ചെയ്തത്. സെക്കൻഡ് ചാർജ് ചെയ്തത് നമ്മളുടെ സേലം തിരുപ്പൂരിൻ്റെ ഇടയിലായിട്ട് ഒരു ജിയോൻ്റെ പമ്പിൽ നിന്നാണ് ഞാൻ ചാർജ് ചെയ്തത്. അവിടെ നിന്ന് ഏകദേശം ഒരു 280 കിലോമീറ്റേഴ്സ് ആയിരുന്നു എനിക്ക് വീട്ടിലേക്ക് ബാലൻസ് ഉണ്ടായിരുന്നത്. ഞാൻ ഒരു 20% ചാർജൊക്കെ ബാലൻസ് ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഫാസ്റ്റ് ചാർജേഴ്സ് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, 2-3 ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ചാർജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്ലോ ചാർജ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ലാത്ത കാരണം ഞാനെല്ലാം ഫാസ്റ്റ് ചാർജേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തത്. ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യവും ചാർജ് ചെയ്ത് പോയത്. പിന്നെ ഈ ചില ചാർജിങ് സ്റ്റേഷനിൽ 120 കിലോവാട്ട്സിൻ്റെ ഒക്കെ ചാർജേഴ്സ് ഉണ്ട്. അതൊക്കെ നല്ല സ്പീഡിൽ അടിച്ച് കയറി പോകും, നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു വിഷയമേ അല്ല. അപ്പോൾ അങ്ങനത്തെ മിത്സൊക്കെ ഏകദേശം ബസ്റ്റഡായി നമ്മളുടെ ഈ യാത്രയോടുകൂടി. പിന്നെ ട്രാവൽ ടൈം നോർമൽ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും പെട്രോൾ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് സമയം, ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് കൂടുതലായിട്ട് വരും നമ്മൾ ഈ EV വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വരാൻ ആകെ വന്നിട്ടുള്ളത് അറൗണ്ട് ഒരു 2000 രൂപയാണ് എനിക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത്. വേറെ ടോളിൻ്റെ ബാക്കി ടോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ വണ്ടി ആയാലും പെട്രോൾ വണ്ടി ആയാലും EV ആണെങ്കിലും ഒക്കെ ടോള് സെയിമാണ്. പക്ഷേ ചാർജിങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചാർജ് വളരെ കുറവാണ്. ഇതിപ്പോൾ ജിയോയുടെ പമ്പാണ്, അതിൻ്റെ തൊട്ടടുത്ത് ചാർജർ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ലാസ്റ്റ് ചാർജ് ചെയ്തത്. അതിന് ശേഷം പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ EV വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് വേറെ ഇഷ്യൂസൊന്നുമില്ല, ധൈര്യമായിട്ട് യാത്ര ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചും കൂടി സമയം വേണ്ടി വരും. പിന്നെ കുറച്ച് പ്രീ കാൽക്കുലേഷൻ, ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രീ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.